ഈ സ്ത്രീക്ക് ഈ അവസ്ഥയ്ക്ക് സ്ത്രീക്കും പുരുഷനും കോമൺ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുപോലെ മോൻ പറഞ്ഞ പോലെ മെൻ്റൽ ഡിസീസ് കണ്ടീഷൻസ് ഉള്ളവർക്കും ഇത് വരാറുണ്ട്. നമുക്ക് ആദ്യം ഇത് കോമൺ ആയിട്ടുള്ള കാരണങ്ങളും പിന്നെ സ്ത്രീക്കും പുരുഷനും മാത്രമായിട്ടുള്ള കാരണങ്ങളും നമുക്ക് പരിശോധിക്കാം. സ്ത്രീക്കും പുരുഷനും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാരണങ്ങൾ അത് ഈ പലപ്പോഴും മെൻ്റൽ ഡിസീസ് അല്ലെങ്കിൽ കുറച്ചൊരു മെൻ്റൽ കമ്പോണൻറ്റും അതിന് കാണും. അതായത് പലപ്പോഴും നമ്മൾ കാണുന്നത് ഫോബിയാസ്, സ്ത്രീക്ക് അത് കൂടുതലും നമ്മൾ കാണുന്ന സ്ത്രീകൾക്കാണ്. അതായത് സെക്സിനെ കുറിച്ചുള്ള ഭയം. പലപ്പോഴും ഈ സെക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്സ്വൽ എഡ്യൂക്കേഷൻ നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് സെക്സിനെ കുറിച്ച് നമ്മൾ ബയോളജിയൊക്കെ നമ്മൾ പഠിച്ചവർക്ക് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടറിയാം. ബയോളജിയൊക്കെ വളരെ നമ്മൾ പലപ്പോഴും ജെനറ്റൈൽ, അതായത് ഈ സ്ത്രീ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴേ ആൾക്കാർക്ക് ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള അതെപ്പോഴും ഒരു ടാബു പോലെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞ കഥകൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സിനിമയെ കണ്ട കഥകൾ അങ്ങനെയുള്ളതായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഭയം വരും. അല്ലെ ആരെങ്കിലും ഒരു കൂട്ടുകാരി വന്നൊരു കഥ പറഞ്ഞു, അന്ന് എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എനിക്ക് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് കേൾക്കുമ്പോൾ ആ ഉള്ള ഭയം, ഫോബിയാസ് വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചില പെൺകുട്ടികൾ സെക്ഷൽ അസോൾട്ട്, അവരുടെ ചെറുപ്രായത്തിൽ എപ്പോഴേലും ഒരു സെക്ഷൽ അസോൾട്ടോ അല്ലെങ്കിൽ റേപ്പിനോ അങ്ങനെ എന്തെങ്കിലും വിധേയരായിട്ടുള്ളവർക്ക് ഒരു ഭയം വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ സെക്സിനോടൊരു ഭയം വന്നിട്ട് അവർ സെക്സ് അവോയ്ഡ് ചെയ്യും. അത് വൺ ഓഫ് ദ മെയിൻ റീസൺ ഓഫ് അൺകൺസുമേറ്റഡ് മാരേജ് ആണ്. പുരുഷന്മാർക്കും നമ്മളിത് കാണാറുണ്ട്. കാരണം അവർക്കും വളരെ റെയറായിട്ടാണെങ്കിലും പുരുഷന്മാരും ഈ മാസ്റ്റർബേഷൻ്റെ സമയത്തുള്ള വേദനയോ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ വേദന വരികയോ അല്ലെങ്കിൽ അവർക്കും ഏതെങ്കിലും ചെറുപ്പകാലത്ത് അവർക്ക് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള സെക്ഷൽ എന്തെങ്കിലും അസോൾട്ടോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെയുള്ള ഫോബിയാസ് നമ്മൾ കാണാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ലാക്ക് ഓഫ് നോളജ്, സെക്സിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, സെക്സ് എങ്ങനെയാണ്, സെക്സ് ഏത് രീതിയിലാണ് എന്നുള്ള അറിവില്ലായ്മ രണ്ടു പേർക്കും കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതായത് പലപ്പോഴും ഇത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്രയും കാലങ്ങളും സോഷ്യൽ മീഡിയ എല്ലാം വർദ്ധിച്ചിട്ടും ഇതിനെക്കുറിച്ചുള്ള ഇതെങ്ങനെയാണ്, ഈ പ്രോസസ്സ് എങ്ങനെ പോകണം, ഇത് ഫോർപ്ലേയിൽ ഇതിനുള്ള ഇമ്പോർട്ടൻസ്, അതിനുള്ളൊരു എവിഡൻസ് ആണ് നമ്മൾ കിട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു സെക്സ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുക എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്നും ഈ 2026 ഉണ്ട് എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം. കാരണം കോയിറ്റസ് മാത്രമാണ് സെക്സ് എന്ന് വിചാരിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. സെക്സിന് ഫോർപ്ലേയിലുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, എത്ര നേരം ഫോർപ്ലേ വേണം, സെക്സ് എന്ന് പറയുന്നത് വെറും ഒരു ആക്ട് മാത്രമാണോ, അതിന് റൊമാൻസിനുള്ള ഇമ്പോർട്ടൻസ്, അതിന് നമ്മൾ അതിലോട്ടൊരു പ്രേമം കൊണ്ടുവരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അനുഭൂതി, അതിനെക്കുറിച്ചൊന്നും പലർക്കും അറിഞ്ഞൂടാ. അൺകൺസുമേറ്റഡ് മാരേജസ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള കേസുകളിൽ, അതായത് പലപ്പോഴും അവർക്ക് ഒരു ലാക്ക് ഓഫ് നോളജ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഇവർ തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ഇങ്ങനെയുള്ള കേസുകളിൽ ചിലർ വളരെ റെയറായിട്ടാണെങ്കിലും ചിലപ്പം കുറവായിരിക്കും. അവർ തമ്മിൽ ഉള്ളു തുറന്ന് സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള കേസുകളൊക്കെ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം ആദ്യം ഫോബിയ, പിന്നെ ലാക്ക് ഓഫ് നോളജ്, അവരുടെ ഓർഗൻസിനെ കുറിച്ചുള്ള അവരുടെ അറിവില്ലായ്മ, എങ്ങനെയാണ് സെക്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഫോർപ്ലേയുടെ ഇമ്പോർട്ടൻസ്, ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പിന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന കാര്യം, സ്ത്രീകളിൽ നമ്മൾ പുരുഷന്മാരിലോട്ട് വന്നാൽ പുരുഷന്മാരിൽ സാധാരണഗതിയിൽ നമ്മൾ അൺകൺസുമേറ്റഡ് മാരേജസ് കൂടുതലായിട്ട് കാണുന്ന കേസുകളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റീസണാണ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ്, പ്രീമച്ചുർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ത്രീശീഘ്രസ്ഖലനം. ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ധാരണക്കുറവ്. നമ്മുടെ പെനിസിന് രക്തയോട്ടം സെക്സിലോട്ട് നമ്മൾ വരുന്നു, ഫോർപ്ലേ കഴിയുന്നു, രക്തയോട്ടം വന്നു, അത് നിലനിൽക്കുന്നില്ല, പെട്ടെന്ന് ഉദ്ധാരണം നശിച്ചു പോകുന്നു. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവിടെയും ഒരു മെൻ്റൽ കമ്പോണൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ ജോലി. അതിനകത്തൊരു മെൻ്റൽ കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അത് കൗൺസിൽ ചെയ്ത് മാറ്റണം.